ഫ്രണ്ട്സ്, നാരായണി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് എങ്ങനെ മാസ്ക് തയ്യാറാക്കാം എന്നുള്ളതാണ്. പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മാസ്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വെള്ള കോട്ടൺ തുണിയാണ്. അതിന് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പാണ് ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ അളവിന് ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കാം. ഇപ്പോൾ ഞാൻ പേന വെച്ച് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ച് ഈ റൗണ്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ 4 പീസാക്കി എടുക്കാം. ആദ്യമേ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് 4 കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇപ്പോൾ ഇതുപോലെ 4 പീസസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 2 പീസസ് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇത്രയും പോർഷൻസ് സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. നമുക്ക് കൈവച്ച് തുന്നാം, അല്ലെങ്കിൽ മെഷീനകത്ത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം. ആദ്യമേ ഇത്രയും ഈ റാ ഷേപ്പ് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പീസും ഇതുപോലെ തന്നെ 2 കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് അടിക്കാം. ഇപ്പോൾ 2 പീസസ് കൊണ്ട് നമ്മൾ ഇതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പോർഷനിലും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 കഷ്ണം ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. ഇതുപോലെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ആദ്യത്തെ പീസിൻ്റെ തൊട്ട് മുകളിലായിട്ട് രണ്ടാമത്തെ പീസ് ചേർത്ത് വയ്ക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും മുൻവശങ്ങൾ നല്ല ഭാഗമായിരിക്കണം നമ്മൾ വെച്ചിട്ടുള്ളത്. മുൻവശം രണ്ടും നല്ല ഭാഗങ്ങളും തയ്ക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്ത പോർഷൻസാണ് വരേണ്ടത്. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. കുറച്ച് പോർഷൻ വിട്ടിട്ടാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ റൗണ്ട് പോർഷനിലായിട്ട് വരണം. ഇത്രയും പോർഷൻസ് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക. ഞാനിപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് പോർഷൻസ് ഞാൻ തയ്ക്കാതെയാണ് ഇട്ടിരിക്കുന്നത്. അതുവഴിയാണ് നമുക്ക് നല്ല പോർഷൻസ് ഇതിൽ കൂടി, ഈ കുറച്ച് സ്പേസിൽ കൂടി നമുക്ക് നല്ല പോർഷൻസ് പുറത്തേക്ക് കൊണ്ടുവരാം. ഞാനിപ്പോൾ മാസ്കിൻ്റെ ഒരു നല്ല പോർഷൻസ് ഇതുവഴി ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. ഇത്രയും പോർഷൻസ് വിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസ്കിൻ്റെ രൂപമായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് തിരിച്ച് വെച്ചതിന് ശേഷം ഈ 2 സൈഡിലായിട്ട് നമുക്ക് വള്ളി പിടിപ്പിക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് അലാസ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് വള്ളിയോ പിടിപ്പിക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ 2 വശവും തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. കൈ കൊണ്ടാണ് ഈ 2 പോർഷൻസ് ഞാൻ തുന്നി പിടിപ്പിച്ചത്. അതിൻ്റെ ഉള്ളിലേക്ക് ഈ അലാസ്റ്റിക് വച്ച് പിടിപ്പിച്ചു. അപ്പോഴേക്കും നമ്മുടെ മാസ്ക് നല്ല പോലെ വന്നിട്ടുണ്ട്, നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല വൃത്തിയായിട്ട് തേച്ച് കൊടുക്കാം. അയൺ ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് ഷേപ്പിന് ഇത് ലഭിക്കും. ഇപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മാസ്ക് തയ്യാറാക്കാവുന്നതാണ്. വീട്ടിൽ ഇതേപോലെ കോട്ടൺ തുണി എടുത്തിട്ട് ഇതുപോലെ വെട്ടിയെടുത്ത്
സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാം, മെഷീൻ ഉള്ളവർക്കാണെങ്കിൽ മെഷീനിലും സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.